അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബഹുമാനരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൃഷ്ടാവായ രക്ഷിതാവിനെ അറിയുവാനായി നിവർത്തിവെച്ച ഒരു പുസ്തകമാണ് ഈ സൃഷ്ടിലോകം. അതിൽ നിറയെ, ആ പുസ്തകത്തിൽ നിറയെ അള്ളാഹുവിൻ്റെ അറിവിനെ, അവനെ പറ്റിയുള്ള അറിവിൻ്റെ അനുഭവങ്ങളാണ്. എവിടെയും സൃഷ്ടാവിൻ്റെ സാന്നിധ്യം രേഖപ്പെടുത്തി വെക്കപ്പെട്ട അവൻ്റെ കയ്യൊപ്പുകളാണ്. ഈ സൃഷ്ടിലോകത്തിലെ ഏതൊന്നിനെ ദർശിക്കുമ്പോഴും അള്ളാഹുവിനെ പറ്റിയുള്ള അറിവ് നമുക്ക് പകർന്നു തരും. പലരും അള്ളാഹുവിനെ പറ്റി അറിയുവാൻ പ്രഭാഷണങ്ങളിൽ അന്വേഷിക്കുകയാണ്, വ്യാഖ്യാനങ്ങളിൽ അന്വേഷിക്കുകയാണ്. അനുഭവങ്ങൾ പകർന്നു തരാൻ വാക്കുകൾക്കാവില്ല. അതിനാൽ തന്നെ അതിന് അള്ളാഹു ആരെയും ചുമതലപ്പെടുത്തിയിട്ടുമില്ല. നമുക്ക് നാം തന്നെ അറിഞ്ഞ് ബോധ്യപ്പെടേണ്ടതാണത്. നമ്മുടെ ശ്രമമാണ്, നമ്മുടെ ആഗ്രഹമാണ് അതിന് വേണ്ടത്. അനുഭവങ്ങൾക്ക് വാക്കുകളില്ല എന്ന് നമുക്കറിയാം. ആപ്പിൾ ഇതുവരെ രുചിക്കാത്ത ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ആപ്പിളിൻ്റെ രുചി ബോധ്യപ്പെടുത്താൻ കഴിയില്ല. അയാൾ അത് രുചിച്ചു നോക്കുക മാത്രമേ വഴിയുള്ളൂ. അന്നേരം മാത്രമേ അതിൻ്റെ യഥാർത്ഥ രുചി അവന് ബോധ്യപ്പെടുകയുള്ളൂ, അവന് അറിയാൻ സാധിക്കുകയുള്ളൂ. അതിനാൽ അള്ളാഹുവിനെ അറിയുവാൻ അള്ളാഹു സൃഷ്ടിച്ചു വെച്ച ഈ പ്രപഞ്ച സൃഷ്ടിലോകത്തിലൂടെ കണ്ണും കാതും ഹൃദയവും തുറന്നു വെച്ച് പുറത്തിറങ്ങിയാൽ, നോക്കിയാൽ അവനെപ്പറ്റി നമുക്ക് ബോധ്യപ്പെടാവുന്നതേ ഉള്ളൂ. സൂറത്ത് ഖാഫ് നമുക്കൊക്കെ പരിചയമുള്ള ഒരു സൂറത്തായിരിക്കും. അതിൽ 50-ാമത്തെ അധ്യായമാണ് സൂറത്ത് ഖാഫ്. അതിൽ 37-ാമത്തെ വചനം നാം ഒന്ന് ശ്രദ്ധിക്കുക. ഇന്ന ഫീ ദാലിക ലദിക്റ, തീർച്ചയായും അവയിലെല്ലാം, അവൻ സൃഷ്ടിച്ച എല്ലാത്തിലും, അവൻ്റെ ഓരോ ഭൂമിയിലെ നടപടി ക്രമങ്ങളിലും ദിക്റയുണ്ട്, ഓർമ്മപ്പെടുത്തലുണ്ട്, ഉണർത്തലുണ്ട്. അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തെ ഉണർത്തുന്നതാണ് അവയെല്ലാം. ആർക്ക്? ലിമൻ കാന ലഹു ഖൽബുൻ, ഹൃദയമുള്ളവർക്ക്, ഹൃദയം തുറന്നു വെച്ചവർക്ക്, ഹൃദയം ഉപയോഗിക്കുന്നവർക്ക്, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നവർക്ക്. ഔ അൽഖസ്സംഅ വഹുവ ഷഹീദ്, അല്ലെങ്കിൽ കേൾവി ഇട്ടുകൊടുത്തുകൊണ്ട് സാക്ഷിയായി നിൽക്കുന്നവന്. ആ പദപ്രയോഗം വിശുദ്ധ ഖുർആനിൻ്റെ ആ ആയത്തിൻ്റെ ഒരു യുക്തി നോക്കണം, ശ്രദ്ധിക്കണം. ഇന്നഫിദ ഔ അൽഖസ്സംഅ വഹുവ ഷഹീദ്, അല്ലെങ്കിൽ കേൾവി ഇട്ടുകൊടുത്ത് സാക്ഷിയായി നിൽക്കുന്നവന്. ഒരുപാട് ഉണർത്തലുകളാണ്, ബോധ്യപ്പെടുത്തലുകളാണ് ഈ സൃഷ്ടിലോകത്തിലൂടെ കാണാൻ കഴിയുന്നത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഉണർത്തുകയാണ്. ഓരോന്നും ഓരോ സൃഷ്ടിയും ഓരോ വസ്തുവും അവൻ്റെ ഉത്കൃഷ്ടമായ നാമങ്ങളെ ബോധ്യപ്പെടുത്തുന്നു. അള്ളാഹു അലീം ആണ്, എല്ലാം അറിയുന്നവനാണ് എന്ന് അവ നമ്മെ അറിയിച്ചു തരുന്നു. അവൻ മഹായുക്തിമാനാണ് എന്ന് അവൻ്റെ സൃഷ്ടിലോകം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ്റെ മഹാപ്രതാപത്തെ അത് വിളിച്ചോതുന്നു. അവനാണ് എല്ലാത്തിനും കഴിവുള്ളവൻ എന്നത് നമ്മെ അത് ബോധ്യപ്പെടുത്തി തരുന്നു. മഹാപരിശുദ്ധനായ ഖുദ്ദൂസായ പരമപരിശുദ്ധനാണ്. അവൻ്റെ ഓരോ കർമ്മങ്ങളും അവൻ്റെ പ്രവൃത്തികളും ആ പരിശുദ്ധി നിറഞ്ഞതാണ് എന്ന് ഈ സൃഷ്ടിലോകം നമ്മെ ഉണർത്തി തരുന്നു. അവൻ്റെ മഹത്വത്തെ ബോധ്യപ്പെടുത്തി തരുന്നു. ഈ സൃഷ്ടിലോകം
അവന്റെ കരുണകളാൽ നിറഞ്ഞു നിൽക്കുന്നതാണെന്ന്, അവൻ പരമകാരുണികനാണ്, റഹ്മാനാണെന്ന്, റഹീം ആണെന്ന്, വദൂദ് ആണെന്ന്, സ്നേഹസമ്പന്നനാണെന്ന് ബോധ്യപ്പെടുത്തുന്ന ഓരോ സൃഷ്ടിയും അത് നമ്മെ ബോധ്യപ്പെടുത്തി തരുന്നു. അതിനു വേണ്ടിയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് ബാലിശം, വേണ്ടാത്തതായി, അനർത്ഥമായതായി, ആവശ്യമില്ലാത്തതായി കാണാൻ സാധ്യമല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നത് നോക്കൂ, ഇന്നല്ലാഹ ലാ യസ്തഹീ അൻ യദ്രിബ മസലം മാ. ഈ ഭൂമി, ഈ പ്രപഞ്ചത്തിലുള്ള സൃഷ്ടിലോകത്തിലുള്ള ഏതൊന്നിനെയും ചെറുതാകട്ടെ വരുന്നത് മസലം മാ, അത് എന്തോ ആകട്ടെ, അതിനെ അവന്റെ മഹത്വം വിളിച്ചറിയിക്കുന്നതിന്, ഉദാഹരണമായി വിവരിക്കുന്നതിന് അള്ളാഹുവിന് ലജ്ജയില്ല. മാ ബഊദത്തൻ ഫമാ ഫൗഖഹാ, അതൊരു കൊതുകാണെങ്കിലും അതിനപ്പുറമുള്ള എന്തോ ആകട്ടെ, ചെറുതോ വലുതോ എന്താണെങ്കിലും, ഒരു കൊതുക് പോലും അവന്റെ സൃഷ്ടിപ്പിന്റെ മഹത്വത്തെ, അവൻ ഖാലിഖാണ്, റാസിഖാണ്, അലീമാണ് എന്നൊക്കെ അവന്റെ നാമങ്ങളെ വിളിച്ചു പറയുന്നതാണെന്ന് അള്ളാഹു പ്രസ്താവിക്കുകയാണ്. അപ്പോൾ അത് ബോധ്യപ്പെടാൻ വേണ്ടിയാണ്, അവനെ അറിയിക്കുന്നതാണ് ഈ സൃഷ്ടിലോകം എന്ന് പല ക്ലാസ്സുകളിലൂടെ നാം മറിഞ്ഞ് ബോധ്യപ്പെട്ടതാണ്. പക്ഷെ ഒരൊറ്റ പ്രശ്നമാണുള്ളത്, ഹൃദയത്തിന് അന്ധത ബാധിക്കരുത്. ഇതൊക്കെ കണ്ടിട്ടും അറിഞ്ഞിട്ടും അവനെ പറ്റിയുള്ളൊരു ബോധമോ അവനിലേക്ക് ചെന്നെത്താനുള്ള ഒരു ഹൃദയാവസ്ഥയോ നമുക്കില്ലാത്തത് ഹൃദയാന്ധത കൊണ്ട് മാത്രമാണ്. ഇന്നഹാ ലാ തഅമൽ അബ്സാർ, യഥാർത്ഥ ഈ കണ്ണുകൾക്കല്ല അന്ധത ബാധിക്കുന്നത്, വലാകിൻ തഅമൽ ഖുലൂബുല്ലത്തി ഫിസ്സുദൂർ, ഹൃദയത്തിന്, നെഞ്ചകത്തുള്ള ഹൃദയത്തിനാണ് അന്ധത ബാധിക്കുന്നത്. ഈ അന്ധതയുടെ മൂടുപടം വലിച്ചു കീറിയാൽ മാത്രമേ നമുക്കിത് ബോധ്യപ്പെടൂ. അതിന് ഏറെ ജ്ഞാനങ്ങൾ, പാണ്ഡിത്യം ആവശ്യമില്ല. അലിഫ് എന്ന അറബിയിലെ ഒരക്ഷരം തിരിച്ചറിയാൻ കഴിയാത്തവർക്ക് പോലും ബോധ്യപ്പെടാവുന്ന, ലോകത്തെ ഏതൊരു ഭാഷക്കാരനും ഏതൊരു നാട്ടുകാരനും ആർക്കാണെങ്കിലും അള്ളാഹുവിനെ അറിയുവാനുള്ള നിറഞ്ഞു നിൽക്കുന്ന അവന്റെ ആയാത്തുകളാണ്, അടയാളങ്ങളാണ് ഈ പ്രപഞ്ചം എന്ന് നമ്മെ ബോധ്യപ്പെടുത്തുന്നു. അതിനാൽ മനുഷ്യനായ ഓരോ വ്യക്തിക്കും അള്ളാഹുവിനെ അറിയുവാനുള്ള അവസരങ്ങളാണ് നൽകിയിരിക്കുന്നത്. അതിന് നാം നമ്മുടെ കണ്ണും കാതും തുറന്നു വെച്ചാൽ മാത്രം മതി. അതില്ലാത്തത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ ഒന്ന് തുറന്നു വെക്കുന്ന ഒരു മനസ്ഥിതി, ഒരു ബോധ്യത നമുക്ക് വരുന്നില്ല എന്നത് സങ്കടകരമായ കാര്യമാണ്. നോക്കുക, ഈ വിശാലമായ ഈ പ്രപഞ്ചം ആർക്ക് വേണ്ടി സൃഷ്ടിച്ചു എന്നാണ് അള്ളാഹു പറയുന്നത്? ആർക്കാണ് ഇനിയും അവനെ ബോധ്യപ്പെടാൻ ബാക്കിയുള്ളത്? വലഹു അസ്ലമ മൻ ഫിസ് സമാവാതി വമൻ ഫിൽ അർദ്, ആകാശഗോളങ്ങളിലുള്ള, ഉപരിലോകങ്ങളിലുള്ള സർവരും അള്ളാഹുവിന് സമർപ്പിച്ചിട്ടുണ്ട്. വമൻ ഫിൽ അർദ്, ഭൂമിയിലുള്ളവരും. ഇനി ആരാണിത് സമർപ്പിക്കാൻ മടിച്ചു നിൽക്കുന്നത്? തസ്ലീമിന്, സമർപ്പണത്തിന് കീഴ്പ്പെടാൻ ബാക്കി നിൽക്കുന്ന, അറച്ചു നിൽക്കുന്ന ആരാണ് എന്നത് നമ്മളല്ലാതെ, മനുഷ്യനല്ലാതെ മറ്റാരുമല്ല. അതുകൊണ്ട് മനുഷ്യന് ബോധ്യപ്പെടുത്താൻ അള്ളാഹു ഈ സൃഷ്ടി ലോകങ്ങളെല്ലാം പടച്ചു. വസഖറലക്കും, ഖുർആൻ പറയുന്നു, വസഖറലക്കും, നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു. എന്തൊക്കെ? മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, ആകാശഗോളങ്ങളിലുള്ളതെല്ലാം, ആകാശലോകത്തുള്ളതെല്ലാം എന്തൊക്കെയാണ് നമുക്കറിയാമല്ലോ, പരിശോധിച്ചു നോക്കാം. വൽ അർദ്, ഈ ഭൂമിയിലുള്ളതെല്ലാം, വമാ ഫിൽ അർദ്, ഈ ഭൂമിയിലുള്ളതെല്ലാം, ജമീഅൻ മിൻഹു, അവ മുഴുവനും നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടി എന്നതാണ് നമുക്ക് ബോധ്യപ്പെടാത്തത്. ഒക്കെ അടക്കി ഭരിച്ച് നശിപ്പിച്ചു കളയാനാണോ? അതല്ല, എന്തൊരു ഉപയോഗത്തിന് വേണ്ടിയാണ് നാം അത് ഉപയോഗിക്കേണ്ടത്, ഏതൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് നാം ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ല എന്ന് മാത്രം. അതെല്ലാം നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി കീഴ്പ്പെടുത്തി തന്നിട്ടുണ്ട്. ഇന്ന ഫീ ദാലിക ലആയാത്തിൻ,
തീർച്ചയായും അവയിലെല്ലാം അടയാളങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ്. ലിഖൗമിയ തഫക്കറൂൻ, തഫക്കറുള്ള മനുഷ്യന്മാർക്ക്, ചിന്തിക്കുന്നവർക്ക്, ചിന്ത വരുന്നവർക്ക് അതിലൊക്കെ ഒരുപാട് ആയാത്തുകളാണ്. നോക്കൂ, 7 ആകാശങ്ങൾ, അതിന്റെ വിസ്തൃതി എത്രയാണെന്ന് ഇന്നും ഒരാൾക്കും പിടികിട്ടിയിട്ടില്ല. അള്ളാഹു അലീമാണ് എന്ന് ബോധ്യപ്പെടുത്തുന്നു. അവൻ മാത്രമാണ് എല്ലാം അറിയുന്നവനെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടി ഒരിക്കലും നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയാത്ത വിസ്തൃതമായ ഈ ഒരു പ്രപഞ്ചം, 7 ആകാശങ്ങൾ, അതിലെ പടുകൂറ്റൻ ബഹിരാകാശ സംവിധാനങ്ങൾ. അവന്റെ വ്യവസ്ഥയാണ് കുറ്റമറ്റതെന്ന്, അവനാണ് ഖദീർ എന്ന്, ഖാദിർ എന്ന്, വ്യവസ്ഥപ്പെടുത്തുന്നവൻ അവനാണെന്ന് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഇങ്ങ് താഴെ തട്ടിലുള്ള ആകാശത്തിലെ വിസ്മയങ്ങൾ, നക്ഷത്രങ്ങളെ കൊണ്ട് അലങ്കരിക്കപ്പെട്ട ഒരു ലോകം. നക്ഷത്രങ്ങൾ എന്ന് പറയുമ്പോൾ അതിന്റെ ബഹുലത, വ്യാപ്തി എത്രയാണ് എന്ന് ഇന്ന് ശാസ്ത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നു. വലഖദ് സയ്യന്ന സമാഅ ദുനിയാ ബിമസാബിഹ, തിളങ്ങുന്ന വിളക്കുകളാൽ അലങ്കരിച്ചിരിക്കുകയാണ് ഈ ദുനിയയാകുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള ആകാശം എന്ന് അള്ളാഹു പറയുന്നു. ഗാലക്സി കൂട്ടങ്ങൾ, താരാപഥങ്ങളുടെ കൂട്ടങ്ങൾ, ഒരു പ്രത്യേക കേന്ദ്രത്തെ ലക്ഷ്യമാക്കി കൂടി നിൽക്കുന്ന നക്ഷത്ര കൂട്ടങ്ങളാകുന്ന ഗാലക്സികൾ. എത്ര ഗാലക്സികൾ എന്നാ പറയുന്നത് ഇന്ന് ശാസ്ത്രലോകം? 200 ബില്യണിലധികം, ബില്യൺ കണക്കിന് 200 ബില്യണിനധികം ഗാലക്സികൾ. ഒരു ബില്യൺ എന്ന് പറഞ്ഞാൽ 100 കോടിയല്ലേ? 200 ബില്യൺ, 200 കോടി കണക്കിന്, ബില്യണിലധികം ഗാലക്സികൾ. ഒരു ഗാലക്സിയുടെ ദൈർഘ്യം തന്നെ ലക്ഷക്കണക്കിന് പ്രകാശവർഷം അകലെ. നാം ഈ ഭൂമിയിലെ ഭൗമ ടൈമിലെ 365 ദിവസം കൊണ്ട് ഒരു സെക്കൻഡിൽ 3 ലക്ഷം എന്ന തോതിൽ സഞ്ചരിക്കുന്ന പ്രകാശം. ഒരു സെക്കൻഡിൽ, ഭൗമ സെക്കൻഡിൽ, ടൈമിൽ ഒരു സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ സഞ്ചരിക്കുന്ന ദൂരം, 365 ദിവസം കൊണ്ട് കറങ്ങുന്ന, അത് സഞ്ചരിക്കുന്ന ഒരു ദൂരമാണ്, ഒരു പ്രദേശമാണ് ഒരു പ്രകാശവർഷം. അങ്ങനെയുള്ള ലക്ഷക്കണക്കിന് പ്രകാശവർഷം വിസ്തൃതമായി കിടക്കുന്ന ഒരു ഗാലക്സി, അങ്ങനെയുള്ള 200 ബില്യണിലധികം ഗാലക്സികൾ എന്തിന്? നമ്മുടെ സൗരയൂഥം ഉൾക്കൊള്ളുന്ന, നമ്മുടെ ഭൂമി ഉൾക്കൊള്ളുന്ന സൗരയൂഥം, അത് ഉൾക്കൊള്ളുന്ന മിൽക്കി വേ, ആ മിൽക്കി വേ തന്നെ, ആ ഒരൊറ്റ ഗാലക്സി തന്നെ ആയിരക്കണക്കിന് പ്രകാശവർഷം വ്യാപിച്ച് കിടക്കുന്നു. സൗരയൂഥം, സൂര്യൻ, അതിനെ കറങ്ങുന്ന ഗ്രഹങ്ങൾ, ഭൂമി, നാം അതിൽ തന്നെ ഉള്ളത് എത്രയാണെന്ന് നമുക്ക് ഇന്നേ വരെ കണ്ടെത്താൻ സാധിച്ചോ? ഇതൊക്കെയും എന്തിനു വേണ്ടി? സഖറലക്കും മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, നിങ്ങൾക്ക് സൗകര്യപ്പെടുത്തി തന്നിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ട ഉപയോഗത്തിന് വേണ്ടി, നിങ്ങൾക്ക് ഉപകാരപ്പെടുത്താനും, നിങ്ങൾക്ക് ചിന്തിക്കാൻ, ബോധ്യപ്പെടാൻ, അവന്റെ അടയാളങ്ങൾ ബോധ്യപ്പെടാൻ, അവന്റെ നാമങ്ങളെ അറിയാൻ അള്ളാഹു ഇതെല്ലാം സൗകര്യപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെ സൗകര്യപ്പെടുത്തി തന്ന്, ഉപകാരത്തിനായി തന്ന്, അതിലൂടെ ഉപകാരപ്പെടുത്താനുള്ള ശേഷി നൽകപ്പെട്ടത് അവനെ ഒന്ന് തൃപ്തിപ്പെടാൻ, റബ്ബിനെ തൃപ്തിപ്പെടുന്നവനാകാൻ അവനെ ഒന്ന് തൃപ്തിപ്പെടണ്ടേ? മനുഷ്യന് മാത്രമാണ് ബാക്കിയുള്ളത്. അവനോട് നന്ദി തോന്നണ്ടേ? ഷാക്കിർ ആകണ്ടേ? അള്ളാഹുവിന് നന്ദി കാണിക്കാൻ, അവനോട് സ്നേഹം കതിരിടാൻ ഇതെല്ലാം നൽകിയ റബ്ബ്. ആ സ്നേഹം കതിരിടുമ്പോൾ അവനിൽ സ്തുതി അർപ്പിക്കുന്നവനാകാൻ, സുജൂദിൽ വീഴാൻ, ഇബാദത്തിൽ മുഴുകാൻ. എന്തിനു വേണ്ടിയാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്? വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. അറിഞ്ഞ് ബോധ്യപ്പെട്ട് അവന് ഇബാദത്ത് ചെയ്യുവാൻ വേണ്ടിയല്ലാതെ മറ്റൊരു ലക്ഷ്യത്തിനും അള്ളാഹു ജിന്നുകളെയും മനുഷ്യനെയും
നാം സൃഷ്ടിച്ചിട്ടില്ല. വമാ ഖലഖ്തു, ഞാൻ സൃഷ്ടിച്ചിട്ടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ബോധ്യപ്പെടുത്തുന്നു. എന്താണ് ഇബാദത്ത്? തിരിച്ചറിയണം, ബോധ്യപ്പെടണം. അങ്ങനെ അറിയുന്നവർക്ക് മാത്രമേ ഇബാദത്ത് എന്താണ്, എങ്ങനെയാണ് ഇബാദത്ത് നിർവഹിക്കേണ്ടതെന്ന് ബോധ്യപ്പെടൂ. റബ്ബ് സുബ്ഹാനഹു വ തആല അവനെ പറ്റിയുള്ള ജ്ഞാനം ഇട്ടു തന്നത് നമ്മുടെ ഹൃദയത്തിൽ നിലനിന്ന് അവനുള്ള ദിക്റിലൂടെ ജീവിതം നയിച്ച് അവന് കീഴ്പ്പെട്ട് അവന് ഇബാദത്ത് അർപ്പിച്ച് ജീവിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ.